ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ല. ഇന്നും ഒരു പ്രത്യേക വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതിനുവേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇതുകൊണ്ടില്ല. എൻ്റെ ഫേസ് കണ്ടാലറിയാം, ഫുൾ ചൂട് പൊന്തി ആകെ പ്രശ്നമായിരിക്കുമായിരുന്നു. ചുണ്ടൊക്കെ കണ്ടാലതാ ഇതൊക്കെ പാടുന്നൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലും ലിപ്പിൻ്റെ ഫുൾ സൈഡിലും കുരു പൊന്തിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. കാരണം നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ മുഖം ഒരുമാതിരി വൃത്തിയിട്ട രീതിയിലായിരുന്നു, ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് വീർത്തിട്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ സീരീസ് കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. ഇപ്പോഴും കണ്ടോ, അധികം ഉണങ്ങിയിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്നും കുരുവെല്ലാം അമർന്നിട്ടുണ്ട്. മെഡിസിൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിൽമെൻ്റൊക്കെ തേക്കുന്നുണ്ട്. മൂക്കിലാണെങ്കിൽ ഭയങ്കര പെയിനാട്ടോ കുരു വന്നിട്ട്. ഫേസിലല്ല, ഈ ലിപ്പിലും മൂക്കിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ സീരീസൊക്കെ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാര്യം കുറച്ച് പേരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ സീരീസ് ഇടുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേ പേരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് റീസൺ എന്ന്. എന്നിട്ടും കുറച്ച് കൂട്ടുകാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അതേ ഓക്കെ വരുന്നത്. ഇത് വന്നപ്പോൾ കുറച്ച് പനിക്കൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മെഡിസിനൊക്കെ എടുത്ത് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്കും കാര്യവും ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതെന്ന് പറയുന്നത് നമ്മുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ഒരു ചാനലിൽ നമുക്ക് എപ്പോഴും 2 ചാനൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഒരു ചാനലിൽ പോയാലും ഒന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ തുടങ്ങാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ ആയി വിചാരിക്കുന്ന ഒരു ചാനലും കൂടെ തുടങ്ങണമെന്ന്. ഇതേപോലെ തന്നെ ഒരു ചാനലിൽ പോയപ്പോൾ പലരുടെയും ചാനലൊക്കെ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് ഇത്രയും ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പോകുന്നൊരവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു മുൻകരുതലോടെ ഒരു ചാനലും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഇല്ല ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ സീരീസും വ്ളോഗും കൂടെയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ എൻ്റെ ചാനലിൽ എന്ന് പറയുന്നത് സീരീസിന് ഭയങ്കര ഒരു എന്താ പറയുക, ഗ്രാഫ് നോക്കുമ്പോൾ ഭയങ്കര ഹൈപ്പ് പോകുന്നുണ്ട്. വ്ളോഗ് ഡൗൺ ആവുന്നുണ്ട്, ഹൈ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഒന്നിലെ ഗ്രാഫ് ഒന്നിലെ മുഴുവനായിട്ട് ഹൈ പോകണം, അല്ലെങ്കിൽ എല്ലാം ഒന്ന് പാകത്തിന് സമാന്തരമായി പോകണം. ഇതൊന്നുമില്ല, ഇത് പൊന്തി താന്ന് അങ്ങനെ വ്ളോഗ് ഇടുമ്പോൾ റീച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പോൾ ഈ ചാനലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തതും എൻ്റെ വ്ളോഗിനെയും കാട്ടി സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് വ്ളോഗ് കാണുന്നവർ എന്താ പറയുന്നത്, വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിട്ട് ഞാൻ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വ്ളോഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എൻ്റെ ഫാമിലി വ്ളോഗും ഡെയിലി വ്ളോഗും എല്ലാ വ്ളോഗും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. ഇതിലാകുമ്പോൾ സീരീസ് വ്ളോഗ് അങ്ങനെ മിക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ സീരീസ് പോയിട്ട് ഇതിലും ഇടും, അത്യാവശ്യം വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഇനി സീരീസ് വ്ളോഗ് ഇടുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ ചാനലിലായിരിക്കും. കാരണം ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വ്ളോഗ് കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ട് വന്നിരുന്നത്. അതിനായിരുന്നു റീച്ച് കൂടുതലും, അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആ വീഡിയോസായിരുന്നു. ഇപ്പം സീരീസിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പം നമ്മുടെ വ്ളോഗ് താഴെയായിപ്പോയി. നമ്മളെ ഇഷ്ടപ്പെടാത്ത, അതായത് സീരീസ് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവുമല്ലോ, വ്ളോഗ് മാത്രം ഇഷ്ടപ്പെടുന്നവർ. അവരൊക്കെ ഇതൊന്ന് പതുക്കെ ചാനൽ തന്നെ കാണാണ്ട് സെർച്ച് ചെയ്യാണ്ടും നോട്ടിഫിക്കേഷൻ വന്നാൽ നോക്കാതെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ വേണ്ടിയിട്ട് വ്ളോഗ് മാത്രമായിട്ട് പുതിയൊരു ചാനലിൽ നമുക്ക് ഇടാം. അപ്പോൾ അവർക്കും കാണാൻ എളുപ്പമല്ലേ. സീരീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ ഇതിലും കാണാം. ഇതിലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടും. കാരണം ഇതാണ് നമ്മളെ ഫസ്റ്റ് ചാനൽ, നമ്മളെ മെയിൻ ചാനൽ ഇത് തന്നെയാണ്. എന്നാലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനി പുതിയ ചാനലിൽ ഇട്ട് തുടങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകും. എന്തായാലും ഞാൻ വ്ളോഗും ഞാൻ ഈ ചാനലിൽ ഇടാറുണ്ട്. പക്ഷെ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര റീച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച്, ഞാൻ പറഞ്ഞില്ല, ആ ഗ്രാഫിൻ്റെ ഒരു പോക്ക് ഇങ്ങനെയാണ്. സീരീസ് ഇടുന്ന സമയം നല്ല ഹൈപ്പ് പോയിട്ട് പിന്നെ വ്ളോഗ് ഇട്ടാൽ ഡൗൺ ആവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സീരീസ് ഇതിലിങ്ങനെ പോട്ടെ, ഒരുപോലെ സീരീസ് ഈ ചാനലിൽ അങ്ങ് പോട്ടെ. നമ്മൾ നെക്സ്റ്റ് ചാനൽ എന്തായാലും ഒരു ചാനലും കൂടി എടുത്ത് വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരാന്ന് വിചാരിച്ച് ഇതിലും വ്ളോഗൊക്കെ ഇടുന്നതിനും എന്നാലും നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വ്ളോഗിൽ ഇപ്പോൾ തുടങ്ങിയ പുതിയ ചാനലിലായിരിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും സീരീസും വ്ളോഗും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരൊക്കെ എൻ്റെ പുതിയ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഒന്നെന്ന് പറയുന്ന പോലെ ഈ ചാനലിൽ പോയാൽ നമുക്കൊരു ചാനലുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇപ്പോൾ തുടങ്ങി വെച്ചത് കേട്ടോ.
എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കും. അപ്പോൾ ഈ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നാളെ മുതൽ സീരീസ് ഉണ്ടാവുന്നതാണ്. ലിപ്പൊന്നും വലിയ കുഴപ്പമില്ല, ലിപ്സ്റ്റിക്കും കൂടെ വരുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ല എന്ന് തോന്നുന്നത്. നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു താഴെ മുകളിലും മൂക്കിൻ്റെ ഉള്ളിലും ഭയങ്കര പെയിനും ആയിരുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, നാവിൽ ഇവിടെയൊക്കെ വന്നൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി സീരീസും വ്ളോഗൊക്കെ ആയിട്ട് വരാം. എൻ്റെ പുതിയ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചേട്ടാ, ബ്ലെസ് യു.